ഇപ്പോൾ സ്നേഹക്കൂടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ പല്ലവിയുടെ ഇഷ്ടം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ എല്ലാ അധികാരവും സേതുവും സ്വന്തമാക്കിയിരിക്കുകയാണ്. എല്ലാവരെയും പോലെ തന്നെ ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിലും ബിസിനസ് കാര്യങ്ങൾക്കും ഇടപെടാനായിട്ട് സേതുവും തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ആദ്യം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു മലയുടെ ആ ഒരു സൈഡിൽ ഒരു ഷെഡൊക്കെ കെട്ടി അവിടെ സേതുവും പല്ലവിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അതായത് സേതു ഇന്ന് പല്ലവിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ പ്രണയവും കൂടി തുറന്നു പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സേതുവിനോട് പല്ലവി പറഞ്ഞു, സേതുവേട്ടൻ വേറൊന്നും വിചാരിക്കരുത്, ഞാൻ അധികാരത്തോടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സേതുവേട്ടൻ കേൾക്കും എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് പൂർണിമ ടെക്സ്റ്റൈൽസിലോട്ട് പോകാനായിട്ട് ഞാൻ പറഞ്ഞത് എന്ന് പല്ലവി പറയുകയും, എന്നാൽ പല്ലവി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു എന്ന് സേതുവും പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സേതു ഒരു കാര്യം കൂടി പറഞ്ഞു. പല്ലവി ഇപ്പോൾ അത്രത്തോളം എന്നോട് ഒരു അധികാരം കാണിക്കുന്നില്ലേ, ആ അധികാരത്തോടു കൂടി തന്നെ പല്ലവിക്ക് എന്നോട് എന്തും പറയാം. അങ്ങനെയുള്ള സ്ഥിതിക്ക് പല്ലവിക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ, എൻ്റെ ഭാര്യ ആയിക്കൂടെ, എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൂടെ, നമുക്ക് സന്തോഷത്തോടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ സേതുവോട് പല്ലവിയോട് ചോദിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട പല്ലവിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. സേതുവേട്ടൻ ഞാൻ എന്താ പറയണ്ടേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ സേതുവിനോട് ഇഷ്ടം തുറന്നു പറയണമോ അതോ വേണ്ടയോ, അഥവാ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ വിചാരിക്കുന്നത് പോലെ ഞാൻ മനഃപൂർവ്വം സേതുവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രനെ കളഞ്ഞിട്ട് പോയത് എന്നും ഇന്ദ്രൻ പറയുന്നത് പോലെ എല്ലാവരും വിശ്വസിക്കത്തില്ലേ എന്നൊക്കെയുള്ള ടെൻഷനാണ് പല്ലവിയുടെ മനസ്സിൽ വന്നത്. എന്നാൽ ഇതെല്ലാം സ്വപ്നം മാത്രമായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സേതു തന്നെ മനസ്സിലാക്കിയത്. ഇങ്ങനെ ഉറക്കത്തിൽ സേതു ഇങ്ങനെ പിച്ചുമ്പേയും പറഞ്ഞത് കേട്ടിട്ട് ഹരി തട്ടി വിളിച്ചപ്പോഴാണ് അവിടെ സേതു തന്നെ തിരിച്ചറിയുന്നത്, ഞാനിവിടെ ഉറക്കത്തിലാണ്, ഞാൻ ആ ഒരു സ്വപ്നം കണ്ടതാണ് എന്ന് സേതു തിരിച്ചറിയുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും പല്ലവിയെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷവും ആദ്യത്തെ പെണ്ണ് കാണലും പിന്നെ അതിന് മുന്നോടിയായിട്ട് ഓരോ പ്രശ്നങ്ങളും പല്ലവി എന്നെ നോക്കിയ കാര്യങ്ങളും അങ്ങനെ എല്ലാ മൊമെന്റ്സും സേതു ഇങ്ങനെ ആലോചിച്ച് ഓർമ്മകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാവിലെ തന്നെ ഉറക്കം എണീറ്റ് പല്ലവി തൻ്റെ കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ്. ഇതിൻ്റെ ഇടയിൽ കോളേജിലെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ മിസ് വിളിക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറു വന്നിട്ട് പല്ലവിയെ കളിയാക്കുവാണ്, സേതുവിനെ വിളിച്ച് സംസാരിച്ചതാണെന്ന്. അങ്ങനെ സേതു പല്ലവിയുടെ മനസ്സിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാറുവും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും സേതു എൻ്റെ ഭർത്താവായിട്ട് വരത്തുമില്ല എന്നും ഇനി അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പല്ലവിയുടെ സംസാരിച്ചത്. എന്നാൽ അവിടെ പല്ലവി ചേച്ചിയുടെ മനസ്സിൽ സേതു ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാറു തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അങ്ങനെ പല്ലവി സേതുവിനെ പറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സേതു ബേബി ചേച്ചിയെ കൊണ്ട് പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി നല്ല സൂപ്പറായിട്ട് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഋതു വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നെ ഋതുവും സേതുവും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തൻ്റെ ആ ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി. അപ്പോൾ എപ്പോഴും ഋതുവും സേതുവും മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ എപ്പോഴും വഴക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പോഴും അവർ തമ്മിൽ പരസ്പരം കണ്ടപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പറഞ്ഞ് വഴക്കാവുകയും അങ്ങനെ ഈ ഒരു വഴക്കിൽ പൂർണിമ ഒന്ന് ഇടപെടുവാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ബിസിനസ് കാര്യങ്ങളൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്, നീ മിണ്ടാതിരിക്കുക ഋതു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋതുവിനും ദേഷ്യം വന്നു. ഋതു ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോയി. പക്ഷെ അതൊന്നും തനിക്കൊരു കാര്യവുമല്ല, അല്ലെങ്കിൽ തനിക്കൊരു പ്രശ്നമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു. അങ്ങനെ ഋതു രാവിലെ തന്നെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങി. ഈ സമയം പ്രതാപൻ്റെ ഭാര്യയും കൂടി എങ്ങനെയെങ്കിലും ഋതുവിനെ ഓഫീസിൽ പോകുന്നത് തടയണം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലക്ഷങ്ങളാണ് ഈ ഒരു കള്ളക്കണക്കുണ്ടാക്കി തട്ടിയെടുത്തിരിക്കുന്നത്, അതിങ്ങനെ ഋതു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി നമ്മുടെ കഥ തീരും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഋതുവിനെ ഇവിടെ തടയണം എന്നൊക്കെ പ്രതാപനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു കയറി വരുന്നത്. ഋതു കയറി വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സേതുവിനെ കുറിച്ച് പ്രതാപൻ ഋതുവിൻ്റെ മനസ്സിൽ വീണ്ടും വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സേതു വന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടലെടുത്തതെന്നും ഇപ്പോൾ മോള് അധികം കമ്പനി കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല,
ഞാനും മാനേജറും കൂടി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഋതുവിന് അറിയത്തില്ല തൻ്റെ മാനേജറിൻ്റെ കൂടെ മാനേജർ ഒരു കള്ളനാണെങ്കിൽ പോലും യഥാർത്ഥ കള്ളൻ പ്രതാപനാണെന്നും തൻ്റെ അച്ഛനെ കൊന്നതും തൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതും പ്രതാപനാണ് എന്നുള്ള സത്യം ഇതുവരെയും ഋതു തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയാതെയാണ് മാനേജറെ ഒരുപാട് വിശ്വസിക്കരുത്, അയാൾ കള്ളനാണ്, ഒരുപാട് അടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നൊക്കെ ഋതു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ സേതുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കുറ്റങ്ങൾ പറയുകയും അങ്ങനെ സേതുവിനെ ഇത് കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, സേതു ആ ഒരു കമ്പനിയിൽ വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഋതു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരിക്കലും സേതുവിന്റെ മനസ്സിൽ തന്റെ അനിയത്തിമാർ ഒരു അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. പ്രതാപൻ എന്ന് പറയുന്ന ചതിയനിൽ നിന്നും തന്റെ അനിയത്തിമാരെ രക്ഷിക്കണം, ആ ഒരു അച്ഛന്റെ സ്വത്തുക്കളെ രക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അവിടെ സേതുവിനുള്ളൂ. ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല കുളിച്ച് കുട്ടപ്പനായി സുന്ദരനായിട്ട് സേതുവും ഹരിയും കൂടി വഴിയരികിൽ കാത്തു നിൽക്കുന്നത് നമ്മൾ പല്ലവിയാണ്. പല്ലവി വരുന്നുണ്ട്. പല്ലവിയോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും സ്വപ്നത്തിൽ ഞാൻ പല്ലവിയോട് ഇഷ്ടം പറഞ്ഞു. ആ സമയത്ത് പല്ലവിക്ക് ഏകദേശം എന്നെ ഇഷ്ടമാണ് എന്നുള്ളൊരു രീതിയിലാണ് പല്ലവിയുടെ ആ ഒരു പെരുമാറ്റം ഉണ്ടായത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് നേരിട്ട് പറയുമ്പോഴും യഥാർത്ഥത്തിൽ സ്വപ്നത്തിലല്ലാതെ പറയുമ്പോഴും പല്ലവി തന്നെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് സേതു തന്റെ പ്രണയം തുറന്നു പറയാനായിട്ട് പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക, ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും, ഋതുവിനും കുടുംബത്തിനും പ്രതാപന്റെ ചതി മനസ്സിലാകുമോ, സേതുവിന് പല്ലവിയെ ഇതോടുള്ള പ്രണയം തുറന്നു പറയുമ്പോൾ പല്ലവി ആ ഒരു പ്രണയം അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും.